നമസ്കാരം. നമുക്കറിയാം, നിയമത്തിൻ്റെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കടുംപിടുത്തം കാണിക്കാറുണ്ട്. ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. ആ ജനതയുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിലും സുരക്ഷിതത്വത്തിലുമെല്ലാം ഈ നിയമങ്ങൾക്ക് വലിയ പങ്കാണുള്ളതെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ നിയമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്ന മട്ടാണ്. UAE-യിൽ പല മാറ്റങ്ങളും വരാൻ പോവുകയാണ്. രാജ്യത്ത് പരിഷ്കരിച്ച ട്രാഫിക് നിയമം ഈ മാർച്ച് 29-ന് നിലവിൽ വരും. ലഹരി ഉപയോഗിച്ച ശേഷം വാഹനം ഓടിച്ചാൽ ശിക്ഷ കടുക്കും. ഡ്രൈവറെ അറസ്റ്റ് ചെയ്യും. അപകടമുണ്ടായാൽ വൻതുക പിഴയായും നൽകേണ്ടി വരും. ഇനി ലഹരിയോ ലഹരി അടങ്ങിയ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച ശേഷം വാഹനം ഓടിച്ചാൽ ഗുരുതര ഗതാഗത നിയമലംഘനമായി കണക്കാക്കും. അപകടത്തിൽ പരിക്കോ ജീവഹാനിയോ സംഭവിച്ചാൽ ഡ്രൈവർ തടവിലാകും. പൊതുമുതൽ നശിപ്പിച്ചാലും അറസ്റ്റ് ചെയ്യും. വാഹനവുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഗുരുതര നിയമലംഘനമായി തന്നെ കണക്കാക്കും. ട്രാഫിക് കേസുകളിൽ പിടിക്കപ്പെടുന്നവർ പേരും വിലാസവും നൽകാതിരുന്നാലും തെറ്റായ വിവരങ്ങൾ നൽകിയാലുമൊക്കെ അറസ്റ്റിലാകും. അപകടമുണ്ടാക്കി ഒളിച്ചോടാൻ ശ്രമിച്ചാലും പോലീസ് പരിശോധനയിൽ നിന്ന് കടന്നു കളയാൻ ശ്രമിച്ചാലുമൊക്കെ പിടിവീഴും. കേടുപാടുള്ള വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയാൽ പിടിച്ചെടുക്കാനും പുതിയ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്ത വാഹനങ്ങൾ റോഡിൽ ഇറക്കരുത്. ബ്രേക്ക്, ലൈറ്റുകൾ തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കും. ലൈസൻസ് കൈവശമില്ലാതെ വാഹനം ഓടിക്കുന്നതും ശിക്ഷാർഹമാണ്. ഇത്തരത്തിൽ 2 തവണ പിടിക്കപ്പെട്ടാൽ വാഹനം പിടിച്ചെടുക്കും. വാഹനം വിട്ടുകിട്ടാൻ അസൽ ലൈസൻസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തേണ്ടി വരും. അതേസമയം ലൈസൻസ് ഇല്ലാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ വാഹനം ഉടനെ തിരികെ ലഭിക്കുന്നതല്ല. നിയമ നടപടികൾക്ക് ശേഷം ഉടമയോ അല്ലെങ്കിൽ ഉടമ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തുന്ന ലൈസൻസ് ഉള്ള വ്യക്തിക്കുമാണ് വാഹനം വിട്ടു നൽകുക. വാഹനത്തിന്റെ സാങ്കേതിക സംവിധാനം, നിറം, എൻജിൻ, ശബ്ദം എന്നിവയിൽ അധികൃതരുടെ അനുമതി കൂടാതെ മാറ്റം വരുത്തരുത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ പിടിവീഴും. വാഹനം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഉടൻ പിടിച്ചെടുത്ത് തൊണ്ടി മുതലായി കോടതിക്ക് കൈമാറും. രാജ്യം അംഗീകരിക്കാത്ത ഡ്രൈവിംഗ് ലൈസൻസുമായി വാഹനം ഓടിച്ചാൽ ആദ്യഘട്ടത്തിൽ 2000 മുതൽ 10,000 ദിർഹമാണ് പിഴ. നിയമലംഘനം ആവർത്തിച്ചാലോ 3 മാസത്തിൽ കുറയാത്ത തടവും 5000 മുതൽ 50,000 ദിർഹം വരെ പിഴയും ലഭിക്കും. ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ ഓടിച്ചാൽ 3 മാസം വരെ തടവിൽ കഴിയേണ്ടി വരും. 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെയാണ് ഇതിന് പിഴ. ഇനി പറയാൻ പോകുന്നത് പ്രധാന കുറ്റങ്ങളെയും ശിക്ഷകളെയും പറ്റിയാണ്. അനുവാദമില്ലാത്ത ഇടങ്ങളിൽ കൂടി കുറുകെ കടന്നാൽ കുടുങ്ങും. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡുകൾ മുറിച്ചു കടക്കാൻ പാടുള്ളതല്ല. വാഹനാപകടത്തിൽ മരണമുണ്ടായാൽ ഡ്രൈവർക്ക് 50,000 ദിർഹം പിഴയും തടവുമാണ് ശിക്ഷയായി ലഭിക്കുക. റെഡ് സിഗ്നൽ മറികടന്നുണ്ടായ അപകടത്തിലാണ് മരണമെങ്കിൽ ഡ്രൈവർക്ക് 1,00,000 ദിർഹമാണ് പിഴ. പോരാതെ 1 വർഷം തടവും ലഭിക്കും. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അപകടത്തിലും ഇത്രയും പിഴയുണ്ട്. നോമ്പിൽ ക്ഷീണമുണ്ടാകുന്നവർ ഡ്രൈവിംഗ് ഒഴിവാക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. വാഹനം ഓടിക്കുന്നതിനിടെ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം 27 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഉറക്കവും ക്ഷീണവും കാരണം 23 അപകടങ്ങൾ അബുദാബിയിലും 2 അപകടങ്ങൾ വീതം ദുബായിലും റാസൽ ഖൈമയിലും ഉണ്ടായിട്ടുണ്ട്. പുതിയ നിയമങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.